ഡിയുടെ ഈ റെയ്ഡിനോടൊന്നും ഞങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇ ഡി അത്ര വലിയ സ്ഥാപനം ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അത് നോക്കുക, എന്തൊക്കെയാണ് നോക്കട്ടെ. അതാണ് എന്താ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നുണ്ട്. അതിന്നിപ്പോൾ അതിൻ്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ആഭ്യന്തരമന്ത്രിയായി സംസാരിച്ചു. ഇങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കൊടുത്തത് ഞങ്ങൾ ചാർജ് എടുക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ്. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊരു ഭരണസമിതി ഉണ്ട്, നിങ്ങൾക്കറിയാം. അത് കോടതിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗങ്ങൾ അതിലുണ്ട്. അപ്പോൾ അവരോട് ആഭ്യന്തര മന്ത്രാലയം അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് കാലത്ത് ഹോം മിനിസ്റ്ററുടെ സംസാരിച്ചു, റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതിലെല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളിലാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ദേവൻ്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്ന സമ്പ്രദായം അത് എവിടെ നടത്തിയാലും ശരിയല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിയാലും ശരിയല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കോടികൾ വിലയുള്ള അമൂല്യ വസ്തുക്കൾ കാണാതായതായ ചില വിലയിരുത്തലുണ്ടായിരുന്നു. ഈ 78 ഗ്രാം സ്വർണം, വജ്രാഭരണം കാണാതായത് ചില വിലയിരുത്തലുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പ്രതികരണത്തിലൂടെയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നേരത്തെ പറഞ്ഞത് ഇ ഡി വലിയ സംഭവമായിട്ട് ഞങ്ങൾ കാണുന്നില്ല എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞത്. പക്ഷേ ഇ ഡി ഇപ്പോൾ റെയ്ഡ് നടത്തുകയാണ്. നേരത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ കേരള പോലീസിനെയോ ആഭ്യന്തര വകുപ്പിനെയോ ആഭ്യന്തര സെക്രട്ടറി ഒന്നും അറിയിക്കാതെയുള്ള ഇ ഡിയുടെ പരമരഹസ്യാത്മകമായ വരവാണ്. ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ സഹായം അവർ തേടിയിട്ടില്ല. ഇ പി ജയരാജൻ അങ്ങോട്ട് കേട്ടിട്ടുണ്ട്. കണ്ണൂരിൽ പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ, വീടിന് മുന്നിലാണ് ആ പ്രതിഷേധം അവിടെ പുരോഗമിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ തടിച്ചുകൂടി പ്രതിഷേധിക്കുകയാണ്, കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇ ഡി റെയ്ഡ് അവസാനിക്കും വരെ ആ കുത്തിയിരുന്നുള്ള പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് തോന്നൽ. തിരുവനന്തപുരത്തും സമാനമായ കാഴ്ച. തിരുവനന്തപുരത്തും പ്രതിപക്ഷ നേതാവിന്റെ വാടക വീടിന്റെ മുന്നിൽ അവിടെ പ്രതിഷേധിക്കുകയാണ്. പിണറായി വിജയൻ അടക്കമുള്ളവർ ആ വീടിനകത്തുണ്ട്. പിണറായി വിജയൻ മകൾ വീണ വിജയനാണ് ചോദ്യം ചെയ്യുന്നത്. അവിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.